ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം നമ്മൾ അതിനായിട്ട് കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ആവശ്യത്തിന് ഇഞ്ചിയും കൂടെ എടുത്ത് നന്നായിട്ട് കഴുകി ജാറിലാക്കി ഇതിനെ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. പേസ്റ്റ് ചെയ്തെടുക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിനൊക്കെ വേണ്ട കുറച്ച് സവാള ഇതുപോലെ സ്ലൈസായിട്ട് എരിഞ്ഞതും, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒരു 2-3 ഉരുളക്കിഴങ്ങും കൂടെ എടുത്ത് കട്ട് ചെയ്തതുപോലെ വെക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കനൊക്കെ വൃത്തിയാക്കി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാല ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് വറുക്കാനും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റിംഗ് ടൈം വയ്ക്കണം, മാഗ്നേറ്റ് ചെയ്യാൻ. അതിനുശേഷം നമുക്കിതുപോലൊരു പാനോ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത് ഇതിന് നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡായി വരുന്നവരെ നമുക്ക് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നാലേ ആ ഒരു പച്ച മണമൊക്കെ നമുക്ക് പോയി കിട്ടുള്ളൂ. സോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വെളിച്ചെണ്ണയിൽ നിർത്തി ഇതിനെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വച്ചേക്കുന്ന സവോളയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ സവാള ആഡ് ചെയ്യാണ്. നമ്മൾ സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതപ്പം നമ്മൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ കുറച്ചൊക്കെ വെച്ചിട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം വലിയ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടോ കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ചിക്കൻ വേവുന്നതനുസരിച്ച് പെട്ടെന്ന് വെന്ത് പോകാൻ ചാൻസ് ഉണ്ട് പൊട്ടറ്റോ. ഇതേപ്പം നമ്മൾ പൊട്ടറ്റോയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം ഒനിയനും ഈ പൊട്ടറ്റോയും കൂടെ ഈ ഓയിലിൽ നിന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരും. അപ്പോഴേക്കും ഇതിലേക്ക് ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് എല്ലാം പിടിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം നമ്മുടെ സവാളയും ഉരുളക്കിഴങ്ങും കൂടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കനെ നമുക്കിതിലോട്ട് ഇറക്കി കൊടുക്കാം. ഇതേപോലെ മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലോട്ട് ഇറക്കി കൊടുക്കാം. കണ്ടില്ലേ, ഓൾറെഡി നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിക്കനിലോട്ട് ഈ മസാല എല്ലാം നന്നായിട്ട് ഇറങ്ങും. പിന്നെ നമ്മൾ ഇത് വേവിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മസാല കയറും. ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത്
നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഓൾറെഡി നമ്മൾ ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ അഡീഷണൽ വേറെ വെള്ളമൊന്നും ഒഴിക്കാൻ നിൽക്കേണ്ട. ഈ ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം അതിൻ്റെ ചാറൊക്കെ ഇറങ്ങും. പിന്നെ നമുക്കതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വെച്ച് ഇതിനെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം. ഇത് അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് ഒരുവിധം നമ്മുടെ ചിക്കനും പൊട്ടറ്റോ ഒക്കെ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യത്തിന് മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, അത് നമ്മൾ എന്തോരം ചിക്കൻ എടുക്കുന്നു നമുക്കറിയാമല്ലോ, ആ കണക്കിൽ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സോ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയാവും കേട്ടോ ഗൈസ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് എന്തിൻ്റെ കൂടെ, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂടെ ആയാലും ലഞ്ചിൻ്റെ കൂടെ ആയാലും നമുക്ക് കഴിക്കാൻ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പൊട്ടറ്റോയും ചിക്കനും അടിപൊളി കോമ്പിനേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.